السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر. صدق الله العلي العظيم. قال نبينا وسيدنا محمد صلى الله عليه وسلم: لكل أمة فتنة وفتنة أمتي الإيمان. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നമുക്ക് ഒരുമിക്കാൻ ഭാഗ്യം നൽകിയതുപോലെ നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മളിന്ന് മരിച്ചവർ, നമ്മുടെ ചുറ്റും മറവട്ട് കിടക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ അല്ലാഹു സഫലീകരിച്ചു നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്: ഖദ് അഫ്ലഹ മൻ തസക്ക. ഒരു മനുഷ്യൻ അവൻ നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ, എനിക്ക് നല്ലവനാകണം, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കണം, മുത്തുനബിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം, അങ്ങനെ നല്ല ഒരു മനുഷ്യനാകണമെന്ന് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നന്നാക്കുക. അള്ളാഹു നമ്മളൊക്കെ നല്ലവരിൽ പെടുത്തി തരട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്: ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ ഇസ്മ റബ്ബിഹി ഫസല്ല. അള്ളാഹുവിനെ അങ്ങനെ ഓർക്കുകയും ഫസല്ല, അവൻ നിസ്കാരത്തിലേക്ക് വരികയും ചെയ്താൽ, അങ്ങനെയുള്ള മനുഷ്യരെയാണ് അള്ളാഹു നന്നാക്കിയെടുക്കുക. പിന്നെ തൊട്ടടുത്ത് പറഞ്ഞു: വൽആഖിറതു ഖൈറും വഅബ്ഖാ. ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആഖിറമാകുന്ന ലോകം അതാണ് ഏറ്റവും ഉത്തമം, അത് എന്നെന്നും ശേഷിക്കുന്നതാണ്. ഇന്നഹാദാ ലഫി സൂഫിൽ ഊലാ. ഈ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണമെന്ന് മുൻപ് കഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാർ ഇവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സുഹഫി ഇബ്രാഹിം വ മൂസ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ്: ജനങ്ങളെ, ദുനിയാവല്ല നമുക്ക് എന്നും നിലനിൽക്കുന്നത് പരലോകമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാലോ. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ മൂസാ നബിയുടെ ധിക്കാരിയായ, എതിരാളിയായ, അള്ളാഹുവിനോട് വെല്ലുവിളിച്ച ഫിർഔൻ, ആ ഫിർഔനിനെ മൂസാ നബി അലൈഹിസ്സലാം നോക്കി നിൽക്കെ വെള്ളത്തിൽ താഴ്ത്തി കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞത്: നിങ്ങൾ പരലോകം എന്ന ഒരു ലോകം നമുക്കുണ്ട്, ആ ലോകം എന്നെന്നും നിലനിൽക്കുന്നതാണ്, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന സുഹഫി ഇബ്രാഹിം വ മൂസ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ജനങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ്: ജനങ്ങളെ, നിങ്ങൾ പരലോകമാണ് നമുക്ക് എന്നെന്നും ഉത്തമമായിട്ടുള്ളത്, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനം അത് ഹജ്ജ് വേളയാണ്. ആ ഹജ്ജ് വേള ഭൂമിയുടെ മധ്യമെന്ന് കണക്കാക്കുന്ന സ്ഥലമാണ് അള്ളാഹു അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്, പരിശുദ്ധമായ മക്ക. ആ മക്കയിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു വലിയ പ്രവർത്തനം കാരണമാണ് അവിടെ ജനങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഹജ്ജിന്റെ വലിയൊരു മുഖ്യ പ്രധാനിയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മൂസാ നബിയും ലോകത്ത് കഴിഞ്ഞു പോയ 1,00,000 ചില്ലാനും പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിച്ചു തന്നൊരു വഴിയുണ്ട്. അത് പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടണം. അള്ളാഹു നമ്മളൊക്കെ പരലോകം രക്ഷപ്പെടുത്തി തരട്ടെ. ആദരവായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഈത്തപ്പനോല പായയിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുത്തെ ശരീരത്തിൽ ഈത്തപ്പന പായയുടെ പാട് കണ്ട സഹാബാക്കൾ ചോദിച്ചു: അല്ലയോ പ്രവാചകരെ, അങ്ങ് ലോകത്തിന്റെ പ്രവാചകരല്ലേ, ലോകത്തിന്റെ നായകരല്ലേ, അങ്ങേക്ക് ഞങ്ങളൊരു അങ്ങേക്ക് ഞങ്ങളൊരു പഞ്ഞു കൊണ്ടുണ്ടാക്കിയ നല്ലൊരു വിരിപ്പ് തയ്യാറാക്കി തരട്ടെയോ
എന്ന് മുത്തുനബിയോട് അവിടുത്തെ സഹാബാക്കൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലീ വലിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാനൊരു വഴിയാത്രക്കാരനെ പോലെ, വഴിയാത്രക്കാരൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പനേരം വിശ്രമിക്കുന്നത് പോലെയാണ് ഈ ദുനിയാവിൽ എന്റെ ജീവിതമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നമ്മുടെ നബി നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ, പൂർവികരായ പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നതുപോലെ, മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതുപോലെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിച്ച് വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളൊക്കെ പെടുത്തി തരട്ടെ. മുത്തനബി തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു ഈ വെള്ളിയാഴ്ചയെ കുറിച്ച്. വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ്. അതുകൊണ്ട് ജനങ്ങളെ എന്റെ പേരിൽ ഈ വെള്ളിയാഴ്ച നിങ്ങൾ ഒരു കാര്യം കൂടുതലായി ചെല്ലണം. അത് സലാത്താണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലാൻ നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന സലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചെല്ലുന്ന സലാത്തുകളുണ്ടല്ലോ അത് എനിക്ക് വെളിവാക്കി തരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ 1500 വർഷത്തോളമായി. പക്ഷേ ഇന്നും മുത്തുനബി റൗളയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ഉമ്മത്ത് ചെല്ലുന്ന സലാത്തുകളെ വെളിവാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനല്ലേ ലോകത്തിന്റെ നേതാവ്. അല്ലാഹു ആ മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സലാത്ത് സലാമുകൾ ചെല്ലാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ആ പ്രവാചകന്റെ പാത പിന്തുടരാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയിലെ ക്യാന്റീനിലേക്ക് ഒരു സഹോദരൻ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 3000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ സംഭാവന നീ സ്വീകരിക്കണം തമ്പുരാനെ. മരിച്ചുപോയവർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് മുതഅല്ലിമീങ്ങൾക്ക്, ഇൽമിന്റെ അഹലുകാർക്ക് നമ്മൾ നൽകുക എന്നുള്ളത്. ഒരു സഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ ഉമ്മക്ക് വർത്തമാനം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഉമ്മ എന്നോട് സദഖ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന്. ആ അവസരത്തിൽ ആ സഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, മരിച്ചുപോയ എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണം, അതിന്റെ കൂലി ലഭിക്കും. മുതഅല്ലിമിന്, ഇൽമിന്റെ അഹലുകാരന് ഒന്ന് കൊടുത്താൽ ഏറ്റവും വലിയ കൂലി 1 ലക്ഷമാണ് അതിന് പ്രതിഫലമായി ലഭിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ദർസ് ഇൽമിന്റെ അഹലുകാരനെ നമ്മൾ സഹായിച്ച് ആ ഇൽമിനെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് വലിയ ഒരു പ്രവർത്തനം. ആ ഇൽമു കൊണ്ടാണ് നമ്മൾക്ക് രക്ഷ ഉണ്ടാവുക, ഖബറിലും രക്ഷ ഉണ്ടാവും. ആ ഇൽമിന് വേണ്ടി സംഭാവനകൾ ചെയ്യുമ്പോൾ അതിന് വലിയ ബറക്കത്തും അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഉമ്മക്ക് വേണ്ടി മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത സംഭാവന പഠിച്ചവൻ നീ കബൂൽ ചെയ്യണം തമ്പുരാൻ. ഒന്നിനും 1 ലക്ഷമായി അവർക്ക് നീ വലിയ പ്രതിഫല ഉമ്മക്കും ഉപ്പക്കും നീ പ്രദാനം ചെയ്യണം തമ്പുരാൻ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ 2000-ഉം 1000-ഉം മാതാപിതാക്കൾക്ക് വേണ്ടി, മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, അതിന്റെ ഒക്കെ പ്രതിഫലം മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും എത്തിച്ചു കൊടുക്കണം തമ്പുരാൻ. അങ്ങനെ ക്യാന്റീനിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും സഫലീകരിക്കണം തമ്പുരാൻ. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നീ രക്ഷപ്പെടുത്തണം തമ്പുരാൻ. ഇൻഷാ അല്ലാഹ് ജുമാ നിസ്കാരത്തിന് ശേഷം കോളോത്തോടി ഖദീജ എന്നവർ നമ്മിൽ നിന്ന് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അല്ലാഹു മഹദിയുടെ പരലോക സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ പേരിൽ നമുക്ക് ദിക്ർ ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. പരമാവധി എല്ലാവരും മരിക്കണമെന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.